പാപത്തിന്റെ ശിക്ഷ നരകവിധിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ലോകം അവസാനിക്കുമെന്നും ലോകം അവസാനിച്ചതിന് ശേഷം രണ്ട് അവസ്ഥകൾ, ഒന്ന് നരകം, ഒന്ന് സ്വർഗം, വേറൊന്നില്ല പ്രിയപ്പെട്ടവരെ. ആ ഒന്നിനെ പറ്റി ഞങ്ങൾ പറയുമ്പോൾ ഇത് നിങ്ങളോടുള്ള സ്നേഹമാണ്, നിങ്ങളുടെ കുഞ്ഞു കുട്ടികളോടുള്ള അനുഗ്രഹമാണ്. ആകിയാൽ നിങ്ങൾ ആരും നിങ്ങളുടെ മതഭക്തി കൊണ്ടോ ഉന്നത ഭാവം കൊണ്ടോ നിങ്ങളുടെ ഹൃദയം കൊണ്ടോ ഇതിനെ തള്ളിക്കളയല്ലേ. അപ്പന്മാരെ, എന്നെ കേൾക്കുന്ന ഏത് മതസ്ഥരായിരിക്കും അപ്പന്മാരെ, നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ വചനം കേട്ടുകൊള്ളുവിനെ. അല്ല എങ്കിൽ എന്താ സംഭവിക്കുന്ന അറിയാമോ? അതായത് നമ്മളും നമ്മുടെ കുഞ്ഞു കുട്ടികളും ഒരു ദിവസം മരണം വഴിയായിട്ട് നീങ്ങിപ്പോകുമല്ലോ തീർച്ചയായിട്ടും. അതിനുശേഷം ലോകാവസാന ദിവസം നമ്മുടെ കുഞ്ഞു കുട്ടികളും നമ്മളും ഒരുപോലെ കല്ലറകളെ വിട്ട് ദഹിപ്പിച്ച ചാരത്തിൽ നിന്ന് അഴുകി ഒഴുകിപ്പോയ വെള്ളത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിട്ട് യേശുക്രിസ്തുവിന്റെ സിംഹാസനത്തിന് മുമ്പിൽ ഇതേ രീതിയിൽ നിൽക്കുമ്പോൾ എല്ലാ അറിവുമുണ്ട്, എല്ലാ ഓർമ്മകളുമുണ്ട്. ഇതെന്റെ ഭാര്യ, ഇതെന്റെ ഭർത്താവ്, ഇതെന്റെ മകന് ഞാൻ ഈ ഉപദേശിയെ തല്ലിയത്, ഇതെല്ലാം ഇതിനകത്ത് വരും പ്രിയപ്പെട്ട. എല്ലാം നമുക്ക് ഓർമ്മയുണ്ട്. ഈ ഭൂമിയിൽ നമുക്ക് എന്തൊക്കെ ഓർമ്മയുണ്ടോ സകല ഓർമ്മകളും അറിവുകളും അന്നുമുണ്ട്. അന്ന് അവൻ നമ്മളെ ഈ ന്യായം വിധിച്ച് നരകാഗ്നിയിലേക്ക് തള്ളിക്കളയുമ്പോൾ ഇന്ന് നിങ്ങൾ രാഷ്ട്രീയ ചായ്വ് വെച്ചോ മതപരമായിരിക്കുന്ന അവസ്ഥ വെച്ചിട്ടോ സുവിശേഷത്തെ തള്ളി മാനസാന്തരപ്പെടാതെ മരിച്ചാൽ അന്ന് നിങ്ങളുടെ പൊന്നോമനയായിരിക്കുന്ന കുഞ്ഞ് നിന്റെ കണ്ണിൽ നോക്കി പറയും, അപ്പാ നമ്മുടെ ദേശത്ത് വന്നിട്ട് ഉപദേശിമാര് ഈ പാപമോചനം, യേശുക്രിസ്തുവിന്റെ രക്തത്തിലുള്ള പാപമോചനം പ്രസംഗിച്ചു, നമ്മളോ അത് കേട്ടില്ല. നമുക്ക് പാരമ്പര്യമുണ്ടായിരുന്നല്ലോ, പാരമ്പര്യത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഈ സർവ്വശക്തിയുള്ള ദൈവത്തെ നമ്മൾ ത്യജിച്ചു കളഞ്ഞതുകൊണ്ട് ഇതാ നമ്മുടെ മുമ്പിൽ സിംഹാസനത്തിൽ ഇപ്പോൾ യേശുക്രിസ്തു അല്ലാതെ ഒരു വ്യക്തിയുമില്ല. നമ്മൾ അന്വേഷിച്ചതോ നമ്മൾ എന്താണ് ആ ആയിരുന്ന അവസ്ഥയിൽ ഒരു വ്യക്തിയെ പോലും ഇവിടെ കാണുവാനില്ല. ഇതാ യേശുക്രിസ്തു എന്ന നമ്മൾ വെറുക്കപ്പെട്ടവൻ, നമ്മളാൽ വെറുക്കപ്പെട്ടവനായിരിക്കുന്ന ക്രിസ്തു അല്ലാതെ മറ്റൊരു വ്യക്തിയും ദൈവമായിട്ട് നമ്മുടെ മുമ്പിലില്ല. അവനിതാ ലോകത്തിൽ വെച്ച് ഇങ്ങനെ പറഞ്ഞിരുന്നു, ഭൂമിയിൽ എന്നെ ഏറ്റുപറഞ്ഞവനെ ഞാനും ഏറ്റുപറയും, ഭൂമിയിൽ എന്നെ തള്ളിക്കളഞ്ഞവനെ ഞാനും തള്ളിക്കളയും. അവനിതാ അവനെ ഭൂമിയിൽ വെച്ച് നമ്മൾ നിരസിച്ചത് വഴി അവൻ നമ്മളെ നിരസിച്ചിരിക്കുന്നു. ഇനി നമുക്ക് പോകുവാനൊരിടമില്ല. അവൻ നമ്മളെ തീപ്പൊയ്കയിലേക്ക് തള്ളിക്കളയുന്നു. അയ്യോ, അപ്പൊ നമ്മുടെ കണ്ണുനീര് തുടയ്ക്കുവാൻ ആരുമില്ല, നമ്മുടെ നേതാക്കന്മാരില്ല, നമ്മുടെ പുരോഹിതന്മാരില്ല, നമ്മുടെ ജാതിയില്ല, മതമില്ല, നമ്മുടെ സമ്പത്തിന് നമ്മളെ സഹായിക്കാൻ കഴിഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ട, ഇത്ര ഭയങ്കരമായിരിക്കുന്ന ഒരു ദുരന്തം മരിച്ചതിന് ശേഷം ഉണ്ടാകാതിരിക്കേണ്ടതിന് ശ്രദ്ധ വെച്ച് കേട്ടുകൊള്ളുവിൻ.